സ്വപ്നക്കാരൻ വരുന്നു, വരുവിൻ, നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ടുകളയാം, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം. അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. ഇത് പറഞ്ഞിരിക്കുന്നത് യോസേഫിന്റെ ജീവിതാനുഭവമാണ്. ഒരു മനുഷ്യന്റെ ദർശനത്തെ ഇല്ലാതാക്കാൻ അവനെ ഇല്ലാതാക്കിയാൽ മതി എന്നൊരാലോചന ഉണ്ടാവും. ആ ആലോചന, ആ ദർശനത്തെ ഇല്ലാതാക്കിയത്, ആ സ്വപ്നത്തെ തകർത്തത് ഞങ്ങളല്ല എന്ന് വരുത്തി തീർക്കാൻ തെളിവുണ്ടാകും. ആ തെളിവ് യാക്കോബ് എന്നൊരാത്മികനെ എന്നും വേദനിപ്പിക്കുന്നു. ഇതാണ് ആ വാക്യത്തിന്റെ വ്യാഖ്യാനം. ഈ വാക്യം യോസേഫിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഏറ്റവും വേദനാജനകമായ ചില ഭാഗങ്ങൾ. യാക്കോബ് കനാനിൽ പാർക്കുന്ന കാലം. ഈ സമയങ്ങളിൽ യോസേഫിന്റെ പ്രായം 17 വയസ്സാണ്. ഈ 17 വയസ്സിൽ യോസേഫ് ചെയ്തിരുന്നത് തന്റെ അപ്പന്റെ ഭാര്യമാരായ മിൽക്കയുടെയും സിൽപ്പയുടെയും മക്കളോടൊന്നിച്ച്, തന്റെ സഹോദരന്മാരോടൊന്നിച്ച് ആടുകളെ മേയ്ക്കാൻ പോവുക എന്നുള്ളതായിരുന്നു യോസേഫ് ചെയ്തിരുന്നത്. അവർ ആടുകളെ മേയ്ക്കുമ്പോൾ അവരോടൊപ്പം സഞ്ചരിച്ച് അവരോടൊപ്പം അവരെ സഹായിച്ച് നിൽക്കുകയായിരുന്നു യോസേഫ് ചെയ്തിരുന്നത്. ഇങ്ങനെ അവർ ആട് മേയിച്ചുകൊണ്ട് നടക്കുന്ന സമയങ്ങളിൽ അവരെ സഹായിക്കുമ്പോഴെല്ലാം നല്ലതല്ലാത്ത ശീലങ്ങൾ അവരിൽ നിന്ന് യോസേഫ് കാണാറുണ്ടായി. തങ്ങൾക്ക് ചേരാത്ത പ്രവൃത്തികൾ അപ്പന്റെ കണ്ണു വെട്ടിയിരിക്കുന്ന സമയത്ത്, അപ്പൻ മുന്നിലില്ല, അപ്പന്റെ സാന്നിധ്യമില്ല, തിരുത്താൻ അപ്പൻ അടുത്തില്ല എന്ന് കണ്ട് വയലിൽ കുറച്ച് ദൂരെയാണെന്ന് കാണുമ്പോൾ എല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും നല്ലതല്ല എന്ന് യോസേഫിന് ബോധ്യപ്പെടും. താനൊരു ഇളയ ചെറുക്കനായതുകൊണ്ട് അവരെ ശാസിക്കാനൊന്നും കഴിയില്ല. അവരെ പറഞ്ഞു തിരുത്താൻ നോക്കിയാലും നീ എന്തിനാ ഇതിൽ ഇടപെടുന്നേന്ന് ചോദിച്ചു കളയും. അപ്പൊ യോസേഫിന് അത് തിരുത്താൻ കഴിയുന്നില്ല. പക്ഷെ യോസേഫ് തന്റെ ചേട്ടന്മാരുടെ ദുശീലം മനസ്സിൽ വെച്ചിട്ട് സഹോദരന്മാരോടൊത്തു തന്നെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് സഹോദരന്മാരെല്ലാവരും ആടിനെ തൊഴുത്തിലാക്കി കഴിയുമ്പോൾ അതിന് മുന്നേ ചെന്ന് യാക്കോബിനോട് ഈ കാര്യം പറയും. ഞാന് വയലിൽ സഹോദരന്മാരോടൊത്തിരുന്നപ്പം ചേട്ടന്മാർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടു. ഇത് യാക്കോബ് അറിഞ്ഞു കഴിഞ്ഞ് ഈ സഹോദരന്മാർ വയലിൽ നിന്ന് വന്നതിന് ശേഷം നടക്കുന്നത് നമ്മളിങ്ങനെ ചിന്തിക്കുന്നു, ഇവരെ വിളിച്ചുള്ള ശാസന ഇങ്ങനെയൊന്ന് കേട്ടല്ലോ എന്ന് അപ്പൻ അവരെ ശാസിക്കുക. നമ്മളിങ്ങനെ ചിന്തിക്കുന്നു, ഒരു കണക്കിന് ഒരു ഊഹം അവർ മനസ്സിൽ കാണും, ഇതിന്റെ സൂത്രധാരൻ യോസേഫായിരിക്കുമെന്ന് നമുക്ക് ചിന്ത കാണും. ഇത് അപ്പന്റെ ചെവിയിൽ എന്താനുള്ള ഒരു സാധ്യത യോസേഫാണെന്ന് ഒരു ചിന്തയുണ്ടാകും. ശേഷം ഇവരെ ശാസിച്ചതിന് ശേഷം പിന്നീട് സഹോദരന്മാർ കാണുന്നത് തങ്ങളെ ശാസിച്ച യാക്കോബ് തങ്ങളുടെ അപ്പൻ യോസേഫിനെ പിന്നെ ആലോചിക്കുന്നതാണ്. ഇത് കാണുമ്പോൾ ഈ സഹോദരന്മാർക്ക് ദേഷ്യം, ഞങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം യോസേഫിന് കിട്ടുന്നു എന്നൊരു ചിന്ത അവരെ അകത്ത് വ്യാപരിച്ചു. ഞങ്ങളെക്കാൾ കൂടുതൽ അപ്പന്റെ വാത്സല്യം യോസേഫിനാണ് കിട്ടുന്നത് എന്ന് സഹോദരന്മാരുടെ അകത്ത് ഒരു ചിന്ത വ്യാപരിച്ചു. ഈ ചിന്ത ഇങ്ങനെ നിൽക്കുമ്പോ യോസേഫ് യാക്കോബിനെ സ്നേഹിക്കുന്നതിന് അടയാളമായി ഒരു അങ്കി കൊടുത്തു. ആ അങ്കി അവന് കൊടുത്തു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർക്ക് കൊടുക്കുന്നത് വേദപുസ്തകത്തിൽ പറയുന്നത് അപ്പൻ അവനെ അധികം സ്നേഹിച്ചുകൊണ്ട് അവനോട് സമാധാനമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിനർത്ഥം ഈ ഞങ്ങളെക്കാൾ കൂടുതൽ അപ്പൻ യോസേഫിനെ സ്നേഹിക്കുന്നു എന്ന വൈരാഗ്യം അകത്ത് കിടക്കുമ്പോൾ
ഏത് ചെറിയ ലഘുവായ കാര്യം യോസഫ് സഹോദരന്മാരോട് പങ്കുവെച്ചാലും അത് യോസഫിനെതിരെ തിരിയുന്ന ഒരു വഴക്കായി മാറും. അപ്പൊ യോസഫ് ചിന്തിച്ചത് നിഷ്കളങ്കനായതുകൊണ്ട് ആ പ്രതിസന്ധിയിലുള്ള ആ വിഷയത്തിലുള്ള കുഴപ്പമാണ് ഈ വഴക്കിലേക്ക് തിരിയുന്നതാണ് യോസഫ് എന്ന നിഷ്കളങ്കൻ ചിന്തിച്ചത്. പക്ഷെ അതല്ല കാര്യം. അപ്പന്റെ അങ്കിക്ക് അവകാശം ലഭിച്ചത് യോസഫിനാണെന്ന ഒരു വലിയ ഘനമേറിയ പൈശാചിക ചിന്തയാണ് ലഘുവായ കാര്യത്തെ പോലും സഹോദരന്മാരുടെ ഇടയിൽ മനസ്സിലാക്കി. ഇങ്ങനെ സഹോദരന്മാരുടെ ഇടയിൽ അമർഷം നിന്ന ഒരു സമയം യോസഫ് ഒരു സ്വപ്നം കാണും. അത് നാം എല്ലാവരും, ആ സ്വപ്നത്തിന്റെ അർത്ഥം ഇതാണ്: നാം എല്ലാവരും വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു, നിങ്ങളുടെ കറ്റ എന്നെ വീണ് നമസ്കരിച്ചു. അതിനർത്ഥം ഇതാണ്: എന്നെ നിങ്ങൾ വീണ് നമസ്കരിക്കുന്ന ഒരു സാഹചര്യത്തെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു. ഇത് സഹോദരന്മാരോട് പങ്കുവെച്ചു. ആത്മീയരാണെന്ന് കണ്ടാ പങ്കുവെച്ചേ. എന്നോട് പകയുണ്ടാകില്ല എന്ന് ചിന്തിച്ചാ പങ്കുവെച്ചേ. പക്ഷേ നിഷ്കളങ്കനായ യോസഫിന് സഹോദരന്മാരുടെ അകത്തുണ്ടായിരുന്ന വൈശാഖിക ചിന്ത ബോധ്യം വന്നില്ല. നാം നമ്മുടെ ദർശനം പങ്കുവയ്ക്കുന്നത്, നാം നമ്മുടെ വെളിപ്പാട് പങ്കുവയ്ക്കുന്നത്, നമ്മുടെ ദൈവം തന്നെ ആത്മീയ കാഴ്ചപ്പാട് നാം പങ്കുവയ്ക്കുന്നത് അതിനൊക്കെ ആത്മീയത്തിൽ അതിനെ താങ്ങിയെടുക്കുമെന്ന് കണ്ടാണ് യോസഫ് ചിന്തിച്ചത്. ആ ഒരു പക്വതയിൽ തന്റെ സ്വപ്നത്തെ മനസ്സിലാക്കി എടുക്കും തന്റെ സഹോദരന്മാരെന്ന് കണ്ടാണ് ഈ ദർശനം പറഞ്ഞത്. പക്ഷെ ആ വിധത്തിൽ എടുത്തില്ല. അത് വൈരാഗ്യ ബുദ്ധി സൃഷ്ടിച്ചു. വീണ്ടും ഒരു സ്വപ്നം യോസഫ് കാണുക. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും. അത് അപ്പനും അമ്മയും കൂടെ സഹോദരന്മാർക്കൊപ്പം ചേർന്ന് അവനെ നമസ്കരിക്കുന്ന, അവന് ഉയർന്ന സ്ഥിതി കൊടുക്കുന്ന ലെവലിലേക്ക് താൻ മാറാൻ പോകുന്നു, ദൈവം തന്നെ മാറ്റാൻ പോകുന്നു എന്നുള്ള അർത്ഥം. ഇത് സഹോദരന്മാരുടെ വൈരാഗ്യം സൃഷ്ടിച്ചു. ഞാൻ വാക്ക് വേറെ കിട്ടുള്ളൂ. എല്ലാവരുടെയും കറ്റ താഴെ കിടക്കുന്നു. അപ്പൊ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു, നിങ്ങളുടെ കറ്റകൾ എന്നെ വീണ് നമസ്കരിക്കുന്നു. അതിനൊരു അർത്ഥം: എല്ലാവരുടെയും കറ്റ താഴെ കിടക്കുമ്പോൾ എന്റെ കറ്റയിൽ താഴെ കിടക്കുകയാണെങ്കിൽ എനിക്ക് പോരാട്ടമില്ല. എല്ലാവരുടെയും കറ്റ താഴെ കിടക്കുമ്പോ എന്റെ കറ്റയിൽ താഴെ കിടക്കുകയാണെങ്കിൽ എനിക്ക് പ്രതിസന്ധിയില്ല. എല്ലാവരുടെയും കറ്റ താഴെ കിടക്കുമ്പോ എന്റെ കറ്റ നിവർന്നു നിൽക്കുകയാണെങ്കിൽ എനിക്ക് പ്രതിസന്ധിയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് പോരാട്ടം ഉണ്ടാകുന്നത്? നമ്മുടെ കറ്റ നിവർന്നാണ് നിൽക്കുന്നത്. നമ്മുടെ വരം, നമുക്ക് ദൈവം നൽകിയ വരമെന്ന കറ്റ നിവർന്നാണ് നിൽക്കുന്നത്. നമുക്ക് ദൈവം തന്ന അഭിഷേകം എന്ന കറ്റ നിവർന്നാണ് നിൽക്കുന്നത്. ദൈവം നമുക്ക് തന്ന പ്രാർത്ഥനാവരം എന്ന കറ്റ നിവർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പോരാട്ടം ഉണ്ടാകുന്നത്. രണ്ടാമത് കണ്ട സ്വപ്നം യാക്കോബ് എന്ന അപ്പനെയും കൂടെ ഉൾക്കൊള്ളിക്കുന്നതായതുകൊണ്ട് നല്ല സവിസ്തരമായി ഈ ദർശനത്തെ യോസഫ് യാക്കോബിനോട് പങ്കുവെച്ചു. പങ്കുവെച്ചു കഴിഞ്ഞപ്പം യാക്കോബിന് മനസ്സിലായി, ഞാനും കൂടെ, എനിക്കും മുകളിലേക്ക് എന്റെ മകൻ എത്തപ്പെടുന്നു എന്നൊരു ആത്മീയ കാഴ്ചപ്പാടാണ് ഈ സ്വപ്നത്തിനകത്തൂടെ വെളിപ്പെട്ടു വരുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, സ്വപ്നത്തെയും സ്വപ്ന വ്യാഖ്യാനത്തെയും അറിഞ്ഞ സഹോദരന്മാർക്ക് ആ ദർശനത്തെ ചൊല്ലി അവനോട് അസൂയ തോന്നി. പക്ഷേ യാക്കോബ് എന്ന തന്റെ അപ്പൻ അത് മനസ്സ് സംഗ്രഹിച്ചു. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദർശനം കേട്ടവർക്ക് അസൂയ തോന്നി ഒരു ഘട്ടം. ദർശനം കേട്ടവൻ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നുള്ളത് രണ്ടാമത്തെ. ഈ ഹൃദയത്തിൽ ദർശനം സംഗ്രഹിക്കുന്നവനെ പേടിക്കേണ്ടതില്ല. ഇപ്പം യാക്കോബ് ഹൃദയത്തിൽ ദർശനം പങ്കുവച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു, തന്റെ മകനോടുള്ള ദർശനം എന്ന നിലയിൽ ഒരു വാക്കെങ്കിലും പ്രാർത്ഥിച്ചു. അതങ്ങനെ സംഭവിക്കട്ടെ. ഒരു ആത്മീയൻ എന്ന നിലയിൽ അത് അങ്ങനെ
നിന്റെ ദർശനത്തെയും നിന്റെ വെളിപ്പാടിനെയും നിന്റെ ദൈവിക വെളിപ്പാടിനെയും ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കുന്നവനെ നീ പേടിക്കണ്ട. പക്ഷേ ആ വെളിപ്പാട് കേട്ടിട്ട്, ആ ദർശനം കേട്ടിട്ട് അസൂയ കൊണ്ട് നിൽക്കുന്നവരെ പേടിക്കണം. അവൻ ഗോദാനിൽ നിനക്കെതിരെ കൂട്ടുകെട്ടുണ്ടാകും. സഹോദരന്മാര് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് ആടിനെ മേയ്ക്കാൻ പോകും. എല്ലാ പ്രാവശ്യവും ചേട്ടന്മാര് ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ യോസഫ് ഞാനും അല്ലാത എന്ന് പറയുമ്പോൾ പോരെന്ന് പറയും. നമ്മളിങ്ങനെ ചിന്തിക്കുന്നു ആ പ്രാവശ്യം അവനെ കൊണ്ടുപോയിട്ട് അങ്ങനെ തന്നെ ചിന്തിക്കും. അപ്രാവശ്യം അവനെ കൊണ്ടുപോയില്ല. കാരണം ഈ വൈരാഗ്യ ബുദ്ധി തിളച്ചു നിന്നാണ് ഈ കയറടിച്ച് കൊണ്ടുപോകുന്നത്. ഇപ്പൊ മനസ്സിൽ പറയുന്നുണ്ട്, യോസഫ് ഇല്ലാത്തൊരു അന്തരീക്ഷം കിട്ടിയിരുന്നെങ്കിൽ ഇവനെതിരെ ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഇവനകത്ത് പാടില്ല. ഇവർ ആടിനെ മേയിക്കാൻ ശേഖേമിൽ ചെന്നു. ശേഖേമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ദോദാനിലാണ് കുറച്ചുകൂടെ പച്ചപ്പ്. ശേഖേമിലെ മേച്ചിൽ പുറത്ത് കുറച്ചു നേരം ആടുകളെ പാലിച്ചിട്ട് അവർ ദോദാനിലേക്ക് പോയി. ദോദാനിലേക്ക് പോയി ആട് മേയിച്ചുകൊണ്ടിരുന്ന സമയം കൊണ്ട് അപ്പം പറഞ്ഞു യോസഫിനോട്, നീ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കും. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ പുറപ്പെട്ടു. നിഷ്കളങ്കനായ യോസഫ് പുറപ്പെട്ടു. ശേഖേമിൽ ചെന്നപ്പോൾ അവിടെയൊന്നും സഹോദരന്മാരെ കണ്ടില്ല. അപ്പൊ അവിടെ നിന്നൊരാൾ പറഞ്ഞു, നിന്റെ സഹോദരന്മാർ ആടിനെ കൊണ്ട് ദോദാനിലേക്ക് പോയി, നമുക്ക് പോകാമെന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു. അവർ പറയുന്ന കേട്ട സ്ഥിതിക്ക് ദോദാനിൽ തന്നെയായിരുന്നു. അങ്ങനെ യോസഫ് ദോദാനിലേക്ക് പോയി. ദോദാനിലേക്ക് പോയി സഹോദരന്മാരെ ദൂരവേ കണ്ടു. സഹോദരന്മാർ യോസഫ് വരുന്നതും ദൂരവേ കണ്ടു. ദൂരവേ കണ്ടതിന് ശേഷം തന്റെ സഹോദരനെ കുറിച്ച് കൂടിയാലോചന കഴിച്ച വാചകങ്ങളാണ് നാം ഇന്ന് കുറിവാക്യമായി വായിച്ചത്. അതാ വരുന്നു സ്വപ്നക്കാരൻ. ദർശനം കേട്ടിട്ട് അസൂയ ഉള്ളവൻ അത് വെച്ചൊരു പേരുണ്ട്. യോസഫിന് ആദ്യം ഒരു പേരിട്ടു, സ്വപ്നക്കാരൻ. ഇവൻ അടുത്തേക്ക് വന്നിട്ട് ഇവനെ കൊല്ലണം എന്ന് സഹോദരന്മാർ പ്ലാൻ ചെയ്യുമ്പോൾ രൂപയെ എടുത്ത് നടുക്കൊടുക്കും. നമ്മൾ വെറുതെ നമ്മുടെ അരിയത്തെ രക്തം ചൊരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ചിന്തിച്ചു, ഏറ്റവും മൂത്തയാളാണ് രൂപൻ. യാക്കോബ് കഴിഞ്ഞാൽ പിന്നെ സഹോദരന്മാർ കേൾക്കേണ്ടത് രൂപന്റെ. അപ്പം കഴിഞ്ഞാൽ പിന്നെ മൂത്തയാളാണ്. മനസ്സിലാകാൻ യാക്കോബ് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ആ വീട്ടിൽ വാക്കിന് വില കൊടുക്കേണ്ടത് രൂപന്റെയാണ്. കാരണം യാക്കോബ് കഴിഞ്ഞാൽ പിന്നെ മൂത്ത ചേട്ടനാണ് അപ്പന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. കുറച്ചെങ്കിലും ഒരു വാക്ക് സഹോദരന്മാർ കേൾക്കണമെങ്കിൽ അത് രൂപേനെ കേൾക്കണം. എന്തെങ്കിലും മൂത്ത ചേട്ടൻ പറഞ്ഞിരിക്കും. പക്ഷെ രൂപന്റെ അകത്തൊരു ചിന്ത കാണും. നമ്മളിങ്ങനെ പഠിക്കുക, രൂപന്റെ അകത്തൊരു ചിന്ത കാണും. ഇതിപ്പം ഞാൻ പറഞ്ഞാലും പൈശാചിക ബുദ്ധി അകത്ത് കിടക്കുന്നതുകൊണ്ട് ചേട്ടനാന്ന് ചിന്തിക്കുന്നത് എന്നെ പറഞ്ഞു. അതുകൊണ്ട് ന്യൂട്രലിന് ഈ രൂപൻ അവരുടെ അടുത്തോട്ടാണ് ഇട്ടത്. എന്നിട്ട് പറഞ്ഞു, വെറുതെ രക്തം ചൊരിയിക്കണം, നമുക്ക് ഇവരെ പൊട്ടക്കണക്കിലിടാം. അപ്പം ഞാൻ ചിന്തിച്ചു, ഇത് ഈ ചിന്ത രൂപൻ പറയുമ്പോഴും മനസ്സിലാക്കുന്നൊരു വേദനയുണ്ട്. യോസഫേ, ഇത് പൊട്ടക്കണക്കിൽ വീഴുന്ന ആ വേദനയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇതെന്താ മാർഗമില്ല. രൂപൻ മനസ്സിൽ പറയുന്നത് നമ്മളാണ് ചിന്തിക്കുക. രൂപൻ ചിന്തിക്കുന്നത് ഈ സഹോദരന്മാരൊന്നും മാറുന്ന സമയം കൊണ്ട് എനിക്ക് ഇവരെ രക്ഷിക്കാമല്ലോ. എന്നിട്ട് ഇവനെ പിടിച്ച് അങ്കി ഊരി, അങ്കി ഊരിയിട്ട് പൊട്ടക്കണക്കിലോട്ട് ഇട്ടു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഈ അങ്കി അപ്പം കൊടുത്ത സമയം കൊണ്ട് ഇതിലൊരു കണ്ണു വെച്ചോ. ഇവനിത് കൊടുത്തു അറിഞ്ഞ സമയം കൊണ്ട് കണ്ണ് വെച്ചവനാണ് ആവേശം ഊരാൻ. ഈ അങ്കി ഊരിയിട്ട് ഇവനെ പൊട്ടക്കണക്കിൽ ഇട്ടു. ഞാൻ ചിന്തിച്ചു, എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു, യോസഫിന്റെ അങ്കി ചിലപ്പോ സഹോദരന്മാർ
ഊരിക്കളയാൻ പറ്റിയെന്ന് വരും. പക്ഷേ അവന്റെ ദർശനത്തെ ഊരിക്കളയാൻ പറ്റും. യോസഫിന്റെ അങ്കി പറിച്ചെടുക്കാൻ സഹോദരന്മാർക്ക് കഴിഞ്ഞെന്ന് വരാം. പക്ഷേ അവന്റെ ദർശനത്തെ ഊരിക്കളയാനോ നശിപ്പിക്കാനോ കഴിയുമോ? ഒട്ടക്കഴുത്തിലെടുത്തതിന് ശേഷം ഇവരെല്ലാം കൂടെ ഭക്ഷണം കഴിക്കാൻ ഞാൻ ചിന്തിച്ചു, ഒരുവനെ ദർശനത്തെ ഇല്ലാതാക്കിയിട്ട് സ്വന്തം അസ്ഥിയെയും മാംസത്തെയും വേദനിക്കാൻ വിഷജന്തുക്കളുള്ള ഉപ്പിച്ചിലുള്ള ആ പൊട്ടക്കടത്തിലോട്ടിട്ട് വേദനിപ്പിക്കാൻ പറ്റും. വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് ആഹാരം കഴിക്കാൻ കഴിയുന്നു എന്നുള്ളത് എന്തോ ഒരു പൈസ. അങ്ങനെ കഴിപ്പ് ആരംഭിച്ചപ്പോ ഒരു കച്ചവടക്കാരൻ ഉടനെ നമ്മൾ ചിന്തിക്കുന്നു, സഹോദരന്മാർ പറഞ്ഞു ഇവനെ വിറ്റ് കഴിഞ്ഞ ശേഷമാണ് രൂപയിൽ ഓടി കിണറ്റിലോട്ട് നോക്കുന്നത്. ഉടനെ രൂപയിൽ വസ്ത്രം കയറി, എന്റെ സമയം പാഴായി. ഇവർ പൊട്ടക്കണത്തിലിട്ട് മാറിയിരുന്ന സമയത്ത് തന്നെ ഇവനെ പൊക്കിയെടുത്തത്. നമ്മൾ ചിന്തിക്കുന്നു ഇവനെ പൊക്കി യോസഫിനെ എടുക്കുമ്പോൾ യോസഫിന്റെ മനസ്സിലുണ്ട് ദൈവമേ മാറ്റം വന്നവരെ പൊക്കി വീട്ടിലോട്ട് എടുക്കണം. പക്ഷെ വിൽക്കാനാണെന്ന് യോസഫ് അറിഞ്ഞിരുന്നില്ല. ഉയർത്തി മേലോട്ട് എടുക്കുമ്പോൾ യോസഫിന്റെ മനസ്സിലൊരു തണുപ്പ്, എന്റെ സഹോദരന്മാർക്ക് ഒരു മാറ്റം വന്നല്ലോ. ഇല്ല, നിന്നെ വിൽക്കാനാ യോസഫേ, നിന്നെ ഈ കുഴിയിൽ നിന്ന് പൊക്കിയെടുക്കുന്നത് നിന്നെ വിൽക്കാനാ. രൂപൻ ചിന്തിക്കുന്നത് സഹോദരന്മാർ അങ്ങോട്ട് മാറുന്ന സമയം കൊണ്ട് സഹോദരന്മാര് മാറുന്ന സമയം കൊണ്ട് ഇവരെ എടുത്തു പൊക്കി അപ്പന്റെ അടുത്ത് എത്തിക്കാവുന്നതാണ്. സത്യത്തിൽ അങ്ങനെ ചെയ്താൽ യോസഫ് രക്ഷപ്പെടും. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി രൂപൻ രക്ഷിച്ച അപ്പന്റെ അടുത്ത് കൊണ്ടുവന്ന് വിട്ട ശരിക്കും യോസഫ് രക്ഷപ്പെടും സഹോദരന്മാരെ കയ്യിൽ നിന്ന്. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി ഇവരിൽ നടക്കണമെങ്കിൽ ഇവൻ വിൽക്കപ്പെടുക തന്നെ വേണം. ഇസ്മായേലിയ കച്ചവടക്കാരുടെ കയ്യിൽ നമ്മൾ ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് പോയി അവസാനമായിരിക്കും ഇവനെ ബുദ്ധിമുട്ടുകളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. പക്ഷേ ദൈവം അവനെ ഉയർത്താൻ ആഗ്രഹിച്ച ഇടത്ത് തന്നെയാണ് അവൻ തിരിച്ചെത്തുന്നത്. അർത്ഥം നിന്നെ എവിടെ